നിധി സുഭാഷിനോട് ചോദിക്കും, സുഭാഷ് ചേട്ടന് വിഷമമുണ്ടോ? സുഭാഷ് അറിയും, വിഷമമൊന്നുമില്ല, ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ അതും കേട്ടിരുന്നു പോയതാ. എല്ലാവരും സുഭാഷിനെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ സുഭാഷ് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. സുഭാഷ് പറയും, ഞാൻ പുറത്തു പോയിട്ട് വരാം, ഒരു ജോലി ഉണ്ടെന്ന് പറയും. നികേഷ് ചോദിക്കും, ഇന്ന് ഞായറാഴ്ചയല്ലേ? സുഭാഷ് പറയും, തീർക്കാനുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു, അതാന്ന് പറയും. ആ സമയത്ത് ബയ്യ സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് സുധിയും. സുധി ചോദിക്കും, ഇന്ന് ജോലിയുണ്ടോ? പുള്ളി പറയും, ഇല്ലല്ലോ, ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാന്ന് പറയും. സുഭാഷ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുധി പറയും, ചേട്ടൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നികേഷ് അറിയും, സുഭാഷ് ചേട്ടൻ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും വരാം, നമുക്ക് വേണമെങ്കിൽ ബീച്ചിലോ സിനിമയ്ക്കോ എന്ത് വേണേൽ പോവാം. ആ സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്. ചിക്കൻ സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, എടാ ദം ബിരിയാണി ഉണ്ടാക്കടാ. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് ദേഷ്യം വരും. അച്ഛൻ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വല്ല മാറാരോഗം വന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് മരിച്ചോ? അതും പറഞ്ഞ് അച്ഛൻ പുറത്തു പോയിട്ട് ഇരിക്കുകയാണ്. നിധി പറയും, സുഭാഷ് ചേട്ടൻ്റെ വിഷമം കണ്ടിട്ട് അച്ഛനത് ചേഞ്ച് ചെയ്യാനെടുത്തൊരു രീതിയാണിത്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചെയ്യുക, നിങ്ങളുടെ സ്റ്റൈലല്ല അച്ഛൻ്റേത്. ഇന്ന് ബിരിയാണി ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നിധി ആ ചിക്കൻ സുഭാഷിൻ്റെ അടുത്ത് വാങ്ങുകയാണ്. എന്നിട്ട് നിധി പറയും, ഇന്ന് ബിരിയാണി ഞാനുണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ടല്ലോ യൂട്യൂബിൽ. കൂടെ നികേഷിനെയും കൂടെ വിളിക്കും. സുധി പറയും, പോയി ഉണ്ടാക്കി കൊളാക്ക്, ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് ഇരുന്നെങ്കിൽ കഴിച്ചോളാം. നിധി പറയും, ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കഴിക്കാനെങ്ങനെ വന്നാൽ അടുപ്പിലെ കല്ലെടുത്ത് ഞാൻ തലയ്ക്കടിക്കും. ഹരീഷ് വീട്ടിലേക്ക് വരികയാണ്. അപ്പുറത്തുനിന്ന് പാട്ട് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. സുധി പറയും, എൻ്റെ കല്യാണത്തിന് നിങ്ങളിങ്ങനെ പാട്ട് വെച്ച് അർമാദിച്ചില്ലേ, അതുകൊണ്ടാവും അവർ തിരിച്ചും ചെയ്യുന്നത്. അവർ സംസാരിക്കുന്നതിനിടയിൽ സുധി പറയും, നമുക്ക് അവിടെ പോയിട്ട് നിശ്ചയം കൊളാക്കിയാലോ? നിധി പറയും, അതൊന്നും വേണ്ട, അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചതുകൊണ്ടാവുമല്ലോ അമ്പലത്തിൽ വരാതിരുന്നത്. ആ കല്യാണം നടന്നോട്ടെ, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട. നികേഷ് വയ്ക്കും, ചെക്കൻ എങ്ങനെയുണ്ട്? നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ അത്ര ഭംഗിയുണ്ടോ? സുധി അപ്പോഴും പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന്. പക്ഷേ നിധിയാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല. സുധിക്ക്, ഞാനവിടെ പോയിട്ട് എന്നെ ആരെങ്കിലും അടിക്കുക അങ്ങനെ ചെയ്താൽ നിധിക്ക് വിഷമാവല്ലേ? നിധിക്ക്, എന്തിന്? നിങ്ങളവിടെ പോയിട്ട് തല്ലുകൊണ്ടേ എനിക്കെന്തിനാ വിഷമം? നികേഷേ, നീ എന്നെ ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ, നീ വാന്ന് പറഞ്ഞിട്ട് നിധി നികേഷിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോവാണ്. നികേഷ് ചിക്കനൊക്കെ കഴുകി നന്നാക്കും. നിധി ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഹരീഷ് വന്ന് വയ്ക്കും, ഞാനെന്തെങ്കിലും സഹായിക്കണോ? നിധി പറയും, വേണ്ട. നികേഷ് പറയും, വേണം. ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളെ വെറുതെ വിടാൻ പാടില്ലല്ലോ. സവോളെങ്കിലും അരിയട്ടെ, എന്നിട്ട് കണ്ണിന്ന് വെള്ളം വന്നോട്ടെ. ഹരീഷ് സവോളയൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്. നിധി ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് പറയും, നമുക്ക് സുഭാഷ് ചേട്ടനോട് പറഞ്ഞാലോ, ബാക്കി സുഭാഷ് ചേട്ടൻ ചെയ്തോളും. സുഭാഷ് അങ്ങോട്ട് വന്നിട്ട് പറയും, അയ്യോ ഗ്യാസ് തീർന്നല്ലേ, ഇന്നലെ ഞാൻ വിളിച്ചു പറയാൻ വിട്ടുപോയതാ, നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഞാൻ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറയും. നിധി പറയും, വേണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം, സുഭാഷ് ചേട്ടൻ റെസ്റ്റ് എടുത്തോ. നികേഷ് പറയും, എടുത്തി നല്ല വാശിയില്ല, ഇനിയിപ്പോൾ ചിക്കൻ ഇറങ്ങി ഓടിയാലും അതിന് ഓടിച്ചിട്ട് പിടിച്ച് ഇടത്തിൽ നിന്നും ഉണ്ടാക്കും. അവർ പുറത്ത് പാചകം ചെയ്യാൻ ഒക്കെ റെഡിയാക്കുകയാണ്. നിധി വയ്ക്കും, സുധീഷ് എങ്ങാനും അങ്ങോട്ട് പോയോ? നികേഷ് പറയും, അങ്ങോട്ട് പോയാൽ അവർക്കൊക്കെ മനസ്സിലാവില്ലേ? ഹരീഷ് പറയും, സുധീഷ് ചേട്ടനെ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നുണ പറയും സുധീഷ് ചേട്ടൻ. ആ സമയത്ത് സുധീഷ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സുധീഷ് വന്നിട്ട് പറയും, ഈ സുധീഷ് ഒരു കാര്യം ഉറപ്പിച്ചാൽ അത് നടന്നിരിക്കും. അതും പറഞ്ഞിട്ട് സുനന്ദയുടെയും ചെക്കൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുക്കും. അവരൊക്കെ പറയും, സുഭാഷേൻ്റെ അത്ര ഭംഗിയില്ല ചെക്കന്. സുഭാഷും അങ്ങോട്ട് വരുമ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. സുഭാഷ് പറയും, അവൾക്ക് ഇച്ചിരി കൂടെ നല്ലൊരു പയ്യനെ നോക്കാമായിരുന്നു. നിധിയോട് പറയും, മോളെ നിങ്ങളൊക്കെ അപ്പുറത്ത് പോയിക്കോ, ബിരിയാണി ഇനി ഞാനും ഉണ്ടാക്കിക്കോളാം. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാവും. നികേഷ് പറയും, അതാ എടുത്തി നല്ലത്, സുഭാഷ് ഏട്ടൻ ഇപ്പോൾ ഓക്കെ, ബാക്കി ഇനി സുഭാഷ് ഏട്ടൻ ചെയ്തോളൂ. അവരകത്ത് ചെന്നിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്. നിധി വയ്ക്കും, ഫോട്ടോ കാണിച്ചു കൊടുത്താൽ സുഭാഷ് ഏട്ടൻ ഓക്കെ ആവുമെന്നാണോ വിചാരം? സുധി പറയും, അത് നിധിക്ക് ആണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്, തന്നേക്കാൾ മോശമായിട്ടുള്ളൊരു ചെക്കനാണ് കിട്ടുന്നതെങ്കിൽ ആണുങ്ങളെ സന്തോഷമാവുമെന്ന് പറയും. നിധി പറയും, അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല സുഭാഷ് ഏട്ടൻ, നിധിക്ക് നല്ല ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞത് അവൾക്ക് കുറച്ചുകൂടെ നല്ലൊരു ചെക്കനെ കിട്ടണമായിരുന്നു എന്ന്.